അവാർഡ്സ് നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആണ്. അപ്പോൾ ആ ഒരു അവാർഡ് വിൻ ചെയ്തപ്പോൾ ആ ഒരു മൊമെന്റ് യങ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ഒരു വലിയ ജേർണി ആണല്ലേ. അപ്പോൾ എന്താ വാട്ട് ഡിഡ് യു ഫീൽ? അത് നമ്മൾ ഈ പറഞ്ഞ മാതിരി കേരളത്തിൽ എന്തെല്ലാം പറഞ്ഞ നമ്മളെ നാട്ടിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. പിന്നെ ഇങ്ങനെ നമ്മൾ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡാ യൂഷ്വലി അപ്ലൈ ചെയ്യുക അങ്ങനെയൊക്കെയാ തോന്നുന്നു വേണ്ടത്. നമ്മളതൊന്നും ഇല്ല, നമ്മളല്ലാണ്ട് ജൂറി സെലക്ട് ചെയ്തു. അപ്പം എല്ലാം പെട്ടെന്ന് സംഭവിച്ചത്. ഇങ്ങനെ സെലക്റ്റഡ് ആയി എന്ന് ആദ്യം പറഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞു, പിന്നെ വിളിച്ചിട്ട് നമുക്ക് തരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ബിലീവ് ചെയ്യുന്ന കുറച്ച് ഇത് റിയൽ ആണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല, സാധാരണ അവാർഡ്സ് അപ്ലൈ ചെയ്തിട്ടാണല്ലോ. അപ്പൊ അവര് വിളിച്ചപ്പോ ഞാൻ അവരുടെ അടുത്ത് അങ്ങനെയാ ചോദിക്കുന്നത്, ഇത് അപ്ലിക്കേഷൻ ത്രൂ അല്ലേ? അന്നേരം പറഞ്ഞ് അപ്ലിക്കേഷൻ ത്രൂ എൻട്രി ഉണ്ട്, അതല്ലാണ്ട് ക്യൂറേറ്റഡ് അവരുടെ പാനൽ ടീം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ്, ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിയുന്നു, അങ്ങനെ ഫൈനൽ റൗണ്ടിൽ ഇങ്ങനെ സെലക്ഷൻ കിട്ടിയെന്ന് പറയുന്നു. അപ്പോഴും നമ്മളിത് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു അവാർഡാണ്, ഇതൊന്നും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. പിന്നീടാണ് അവരിങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ മമ്മൂക്കയാണ് തരുന്നത്, ഇങ്ങനെയാണ് ഇവൻറ്റ്, കേരളത്തിൽ നിന്ന് ഇത്രയും ആൾക്കാർ എൻട്രി ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്ക് മമ്മൂക്കയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, അന്നേരം സ്റ്റേജിൽ അതാ ഞങ്ങള് പ്ലാൻ ചെയ്ത് ഇതൊന്നും ഇടുവോ ചോദിക്കാൻ മമ്മൂക്ക നമ്മൾ സ്റ്റേജ് കേറുമ്പോ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു ഞാൻ എന്തായാലും ഇടുന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇനി ഒന്നും പറയാനില്ല. അതില് മമ്മൂക്ക വേറൊരു കാര്യവും പറയണ്ടായി, അതായത് 2 പെൺകുട്ടികൾ അവരവരുടെ വീട്ടിൽ പറയണം ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പോണം എന്ന് ഭയങ്കര നമ്മുടെ കണ്ണൂർ സ്ലാങ്, കാരണം ഇവർ 2 പേരും കണ്ണൂരുകാരാണ്. അപ്പൊ ആ കണ്ണൂർ സ്ലാങ്ങില് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ഫസ്റ്റ് ഇനീഷ്യലി? ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷൻ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മള് കൂടുതലും ഇപ്പം ഹാൻഡ്ലൂം അല്ലെങ്കിൽ കൈത്തറി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മീൻസ് കാലങ്ങളായിട്ട് നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ് അല്ലേ, മീൻസ് വെൻ ഇറ്റ് കംസ് ടു ക്ലോതിങ്. അപ്പോൾ അതല്ല ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും നമ്മൾ വേറെ നാട്ടിലാണ്, നമ്മളിപ്പോൾ കൊറിയൻ ട്രെൻഡും നമ്മൾ അങ്ങനെ വേറെ എന്തൊക്കെയാണോ ട്രെൻഡ് ഇന്റർനാഷണലി ട്രെൻഡിങ് അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇങ്ങനെ കൈത്തറി അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ്ലൂം ഇതിനെ നമുക്ക് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കണം, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് അത് എങ്ങനെയാണ് ഉണ്ടായത്? അതും ഇത് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, ബിക്കോസ് നിങ്ങൾ 2 പേരും ഫാഷൻ ആണ് പഠിച്ചത്. ഐ തിങ്ക് നിങ്ങൾ ഒരു ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് 2 പേരും ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത്. അപ്പോൾ ആൻഡ് നോട്ട് ജസ്റ്റ് ഡിസൈനിങ്. അപ്പോൾ ഇതിന്റെ ഒരു മാർക്കറ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഒരു തോട്ട്, ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് അത് എങ്ങനെയാണ്? ഇല്ല, നമ്മളും ടീനേജേഴ്സ് ആയിരുന്നു, നമ്മൾ കോളേജിൽ നിന്ന് ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. അപ്പം നമുക്ക് ഞങ്ങൾ എന്താ യൂസ് ചെയ്യുന്നത്, അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്താ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഭയങ്കര ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ അതിന് മുന്നേ കാണുമ്പോഴാണെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ എപ്പോഴും ഖദറായിടുന്നു, അച്ഛൻ ടീച്ചറാണ്. ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ മാത്രം എപ്പോഴും ഖദർ വാങ്ങിയിടുന്ന് അങ്ങനെ കണ്ടു വളർന്ന ഒരാളാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പൊളിറ്റീഷ്യൻസ്, പിന്നെ ഹാൻഡ്ലൂം സാരീസ്, ഇതിനാണ് പൊതുവെ ആൾക്കാർ വാങ്ങിക്കുന്നത് കണ്ടിട്ടില്ലേ. കൈത്തറി എന്ന് പറഞ്ഞാൽ ഓക്കെ ബെഡ്ഷീറ്റ് സാരി ഇങ്ങനത്തെ സാധനമാണെന്ന് ഒരു ബേസിക് കോൺസെപ്റ്റാണ് ആൾക്കാർക്കുള്ളത്. അത് മാറി ഇത് നല്ല രീതിയിൽ ഭംഗിയുള്ള പ്രൊഡക്ട്സ് ആക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന നമുക്ക് അന്നേരം ഉള്ള ഒരു തോട്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പുതിയ പ്രൊഡക്റ്റ് ലൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൈത്തറി ആണെങ്കിലും എന്താണെങ്കിലും ഭംഗിയുള്ള സാധനം ആൾക്കാരെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റ് ലൈൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് മാർക്കറ്റിലൊരു ഡിമാൻഡ് എന്തായാലും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഹാൻഡ്ലൂംസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനെല്ലാം സാധിച്ചത്. അതായത് അന്നേരമാണ് കണ്ണൂർ കൈത്തറി എന്താ, അതിൻ്റെ ബാക്കിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഇത് ഇവിടെ കൊണ്ട് നിൽക്കേണ്ടതല്ല എന്നുള്ളൊരു സാധനം നമ്മൾ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിനെന്താ നമ്മൾ അതന്നെ അന്നേരം പറഞ്ഞ പോലെ തന്നെ നാടിനോടുള്ളൊരു സ്പിരിറ്റിന് പുറത്ത് തുടങ്ങിയതാ. അതായത് നമ്മളെ വ്യൂവേഴ്സിന് അവർക്ക് എന്തെങ്കിലും നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കൊടുത്ത് അവർ കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രഡീഷൻ. അപ്പം ഈ പറഞ്ഞ മാതിരി ഒരു ഡിസൈൻ വാക്യൂം എന്തായാലും അതിലുണ്ട്. ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ എക്സിബിഷൻസിനൊക്കെയാണ് കൂടുതലും ആൾക്കാർ അഗൈൻ ഹോം ഫേർണിഷിങ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഒരു ഡിസൈൻ കളക്ഷൻ അല്ലെങ്കിൽ ക്ലോത്തിങ് ലൈനായിട്ട് ഭയങ്കര ഇത് സ്പെഷ്യലി കണ്ണൂർ കൈത്തറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറവായിരുന്നു. അപ്പം അവിടുത്തെ ആ ഒരു വാക്യൂം ഫില്ല് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ ഇനീഷ്യൽ തോട്ട്. അങ്ങനെ നമ്മൾ ഡിസൈനർ
സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന, അതായത് ഇപ്പൊ ഈ പറഞ്ഞ കൊറിയൻ ഇതൊക്കെ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ട്രെൻഡ്, അതായത് ഡിസൈൻ വൈസ് ഒക്കെയാണ് കൂടുതൽ. ലൂസ് ഫിറ്റ്, ഇപ്പൊ ഓവർ സൈസ്ഡ് ഒക്കെ വന്നു, പിന്നെ ഓൾഡ് മണി. അപ്പം അതൊക്കെ നമുക്ക് ആക്ച്വലി നമ്മൾ ഇതിലും, പക്ഷെ നമ്മൾ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുകൂടി ക്ലാസിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫാസ്റ്റ് ഫാഷന് പകരം സ്ലോ ഫാഷൻ, കുറച്ച് കാലത്തേക്ക് ഒരു സ്റ്റൈൽ ഇറക്കാന്നെങ്കിൽ കുറച്ചധികം കാലം മാർക്കറ്റിൽ അത് ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഇതിന് കൂടുതൽ ആൾക്കാർ കുറേ കാലത്തേക്ക്, പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ലിമിറ്റഡ് ബൈയിങ് എന്നുള്ളൊരു സാധനം ആണ് കോൺസെപ്റ്റ്.